ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേക സ്വഭാവസവിശേഷതകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ചിലർ ശാന്തസ്വഭാവക്കാരാണെങ്കിൽ മറ്റു ചിലർ പെട്ടെന്ന് പ്രകോപിതരാകുന്നവരാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന 5 പ്രധാന നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ഇവരുടെ ദേഷ്യത്തിന് പിന്നിലെ കാരണങ്ങളും ആ ദേഷ്യം ഇവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ നക്ഷത്രക്കാർക്ക് ദേഷ്യം വരുമെന്ന് പറയുമ്പോൾ അവർ മോശക്കാരാണെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് അവരുടെ ഊർജ്ജസ്വലതയും സത്യസന്ധതയും പലപ്പോഴും ദേഷ്യമായി പുറത്തുവരുന്നു എന്ന് മാത്രം. നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. സൂര്യൻ അധിപനായി വരുന്ന നക്ഷത്രമാണിത്. അഗ്നിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. അതുകൊണ്ടുതന്നെ അഗ്നിയുടെ ആ ഒരു ജ്വാല ഇവരുടെ സ്വഭാവത്തിലുമുണ്ടാകും. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും കഠിനാധ്വാനികളുമാണ്. എങ്കിലും ഇവർക്ക് പെട്ടെന്ന് പ്രകോപനമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അനാചാരങ്ങളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ കണ്ടാൽ ഇവർക്ക് അത് സഹിക്കാൻ കഴിയില്ല. ആ സമയത്ത് ഇവർ പൊട്ടിത്തെറിച്ചേക്കാം. എന്നാൽ ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ദേഷ്യം എത്ര വേഗത്തിൽ വരുന്നുവോ അത്ര തന്നെ വേഗത്തിൽ അത് തണുക്കുകയും ചെയ്യും. മനസ്സിൽ കപടതയില്ലാത്തതുകൊണ്ടാണ് ഇവർ പലപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്നത്. അടുത്തതായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ്. ശുക്രനധിപനായ ഈ നക്ഷത്രക്കാർ പൊതുവെ ആഡംബരപ്രിയരും കലാസ്വാദകരുമൊക്കെയായിരിക്കും. എങ്കിലും ഇവർക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും താൻപിടുത്തവും ഉണ്ടാകാറുണ്ട്. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഭരണി നക്ഷത്രക്കാരുടെ ദേഷ്യം പലപ്പോഴും വാശിയായി മാറാറുണ്ട്. ഇവർ ദേഷ്യപ്പെട്ടാൽ പിന്നെ അവരെ അനുനയിപ്പിക്കുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾക്കെതിരെ മാത്രമേ ഇവർ ശബ്ദമുയർത്താറുള്ളൂ. മറ്റൊരു പ്രധാന നക്ഷത്രം ആയില്യമാണ്. ബുധൻ അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർ ബുദ്ധിസാമർഥ്യമുള്ളവരാണ്. എന്നാൽ ഇവരുടെ ദേഷ്യം അല്പം വ്യത്യസ്തമാണ്. ഇവർ പെട്ടെന്ന് പുറത്തേക്ക് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും. ആരെങ്കിലും ഇവരെ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്താൽ ഇവർ അത് മറക്കില്ല. ശരിയായ അവസരം നോക്കി പ്രതികരിക്കുക എന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ടുതന്നെ ആയില്യം നക്ഷത്രക്കാരുടെ ദേഷ്യം തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും. ഇവരുടെ മൂർച്ചയുള്ള സംസാരം പലപ്പോഴും ദേഷ്യത്തിന്റെ പ്രതിഫലനമായിരിക്കും. ചോതി നക്ഷത്രം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് ചോതി നക്ഷത്രക്കാർ. രാഹു അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിനുമേൽ ആരെങ്കിലും കടന്നുകയറുന്നത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ആരെങ്കിലും ഉപദേശിക്കാനോ നിയന്ത്രിക്കാനോ വന്നാൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കും. പലപ്പോഴും തങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇവർക്ക് ദേഷ്യം വരാറുണ്ട്. ഇവരുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ഇവർക്ക് തന്നെ പലപ്പോഴും പ്രയാസമായിരിക്കും. എന്നാൽ ശാന്തമായിരിക്കുമ്പോൾ ഇവർ വളരെ നല്ല സ്വഭാവക്കാരാണ്. തിരുവാതിര നക്ഷത്രം. അവസാനമായി നമ്മൾ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ചാണ്. രാഹു തന്നെ അധിപനായി വരുന്ന മറ്റൊരു നക്ഷത്രമാണിത്. ഈ നക്ഷത്രക്കാരെ പലപ്പോഴും രുദ്രന്റെ അംശമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടുതന്നെ വന്യമായ ഒരു ദേഷ്യം ഇവരിൽ കാണാൻ സാധിക്കും. പെട്ടെന്നൊരു കാര്യത്തിന് പ്രതികരിക്കുകയും പിന്നീട് അതിൽ ദുഃഖിക്കുകയും ചെയ്യുന്നത് ഇവരുടെ പതിവാണ്. സംസാരത്തിൽ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാൻ ഇവർ മടിക്കാറില്ല. എങ്കിലും ഇവരുടെ ദേഷ്യം സത്യസന്ധതയുടെ ഭാഗമായി വരുന്നതാണ്. ആരെയും ദ്രോഹിക്കണം എന്ന ഉദ്ദേശ്യം ഇവർക്കില്ല. ദേഷ്യം കുറയ്ക്കാനുള്ള വഴികൾ. ഈ പറഞ്ഞ നക്ഷത്രക്കാർ അവരുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനമോ പ്രാണായാമമോ ശീലിക്കുന്നത് ഗുണകരമാണ്. ഓരോ നക്ഷത്രത്തിന്റെയും അധിപനായ ദേവനെ ഭജിക്കുന്നതും ഉചിതമാണ്. ഉദാഹരണത്തിന് സൂര്യന്റെയും അഗ്നിയുടെയും സ്വാധീനമുള്ളവർ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നത് ബന്ധങ്ങൾ തകരാതിരിക്കാൻ ഇവരെ സഹായിക്കും. ജ്യോതിഷപരമായ ഇത്തരം അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും നക്ഷത്രക്കാർ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.